ഗൈസ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് ഒരു ഡൗട്ട് ചോദിക്കാനാണ്. അതായത് പേരക്കയെ പറ്റിയിട്ട്. നമ്മുടെ അടുക്കള വശത്ത് ഒരു വലിയ പേരക്ക മരം ഉണ്ട്. അപ്പം നിറയെ അതിൽ പേരക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 2 വട്ടം നമ്മൾക്ക് നല്ല ഇഷ്ടം പോലെ വലിയ വലിയ പേരക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തായ്ലാൻഡ് പേരക്കയാണ്. ഇപ്പോഴാണെങ്കിൽ നിറയെ പേരക്ക ഉണ്ടായിട്ടുണ്ട്, വണ്ണം വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ചിലവരൊക്കെ പറയുന്നു അടുക്കള വശത്ത് ഇങ്ങനെ പേരക്ക നടാൻ പാടില്ല, നട്ടാൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരോട് ഈ ഡൗട്ട് ചോദിക്കാമെന്ന്. ശരിയാണോ? അടുക്കള വശത്ത് പേരക്ക നട്ടാൽ പാമ്പുണ്ടാവുമോ? ഒന്ന് പറഞ്ഞു തരണേ. ഇനി നമ്മൾ എന്താ വേണ്ട, ആ പേരക്ക കൊത്തി മാറ്റാൻ പറ്റൂല. എന്താ പറയുക, അമ്മാതിരി അത്രയ്ക്ക് നിറയെ പേരക്കയാണ് ഗൈസ്. ഞാൻ പേരക്ക മരം കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾ പറയൂ കൊത്തി മാറ്റണോ വേണ്ടയോന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് ആ പേരക്ക മരം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വട്ടം ഞാൻ പേരക്ക നല്ല വലിപ്പം വെച്ചപ്പം വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തായ്ലാൻഡ് പേരക്ക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇമ്മാതിരി പേരക്ക മരം വളർന്നു വന്ന് ഇമ്മാതിരി പേരക്കയൊക്കെ ഉണ്ടാവുമെന്ന്. എന്താന്ന് പറഞ്ഞതാ ഇത്ര ഉണ്ടാവും. ഇത്രക്കുള്ള ഒരു ചെടി കൊണ്ടാന്നിട്ടാണ് ഉമ്മ നട്ടു വെച്ചത്. നമ്മൾ വിചാരിച്ചു പേരക്ക വരുമൊന്നുമില്ല, നന്നാവുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നട്ടു. ഇനി എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഉണ്ട് പേരക്ക. കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്താ കണ്ടോ, ഞാനിപ്പം അടുക്കളേന്റെ വശത്ത് നിന്നിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ ഡൗട്ട് മാറ്റി തരണം കേട്ടോ. ഓക്കെ, ബൈ.